ഹലോ ഗൈസ്, ഇന്ന് യുവ സംരംഭകരുടെ ഇടയിൽ വളരെയധികം ബ്രാൻഡായി മാറിയ BYR എന്നുള്ള വലിയൊരു ട്രാവൽ കമ്പനിയുടെ രണ്ട് ഫൗണ്ടേഴ്സാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് സംരംഭം എങ്ങനെയാണ് ഇത്രയധികം ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ആയത് നമുക്ക് തീർച്ചയായിട്ടും ഇവരോട് ചോദിക്കാം. ആദ്യം തന്നെ അവർക്ക് പരിചയപ്പെടാം. ഹായ്, എൻ്റെ പേര് റാഷിഖ്. എൻ്റെ പേര് മുബാറക്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പരിചയപ്പെടുത്തി BYRൻ്റെ ഫൗണ്ടേഴ്സാണ് എൻ്റെ മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ഏതൊരു കമ്പനിക്കും അതിൻ്റെതായ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടൊന്ന് വിശദീകരിച്ച് കൊടുക്കാമോ? പറഞ്ഞാൽ ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മളൊരു 3 പ്രോപ്പർട്ടീസ് ഇവിടെ ചെറായിൽ ബീച്ചിൽ നടത്തുന്നുണ്ട്. അതിൽ പൂളുള്ളതും ഇല്ലാത്തതായിട്ടുള്ള 3 പ്രോപ്പർട്ടീസ് നമുക്ക് സ്വന്തമായിട്ടുണ്ട്. നമ്മളെന്താ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓൺലൈൻ മാർക്കറ്റ് മാക്സിമം ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ചെറായി എന്ന് പറയുന്നത് ചെറിയ ദ്വീപാണ്. അപ്പോൾ ഇവിടെയും കുറച്ച് റിസോർട്ടുകൾ, അത്യാവശ്യം റിസോർട്ടുകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇവർക്കൊന്നും അറിയില്ല ഈ ഓൺലൈൻ മാർക്കറ്റ് എന്തോരം യൂസ് ആക്കാൻ പറ്റുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിട്ട് ഇവരെ മാക്സിമം നമ്മൾ മാർക്കറ്റ് ചെയ്തിട്ട് അവരിലേക്കും കസ്റ്റമർ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ BYRൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഇത് ചെയ്തു തുടങ്ങിയിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയേണ്ട അടുത്തൊരു കാര്യം, നമുക്കറിയാം ഇന്ന് കേരളത്തിൽ ഇന്ന് റിസോർട്ട് മേഖല, ഇത് ടൂറിസം മേഖലയിൽ ഒരുപാട് സപ്പോർട്ട്സാണ് ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ട് നമുക്കറിയാം ബീച്ച് ഏരിയകളായിക്കോട്ടെ, ഇന്ന് ടൂറിസ്റ്റ് പ്ലേസുകളിൽ നിരവധി ആൾക്കാർ ഹോം സ്റ്റേ മേഖല കടന്നു വന്നിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് എങ്ങനെ ഈ ഒരു പ്രോപ്പറായിട്ട് ബിസിനസ് എങ്ങനെ ചെയ്യാമെന്ന് അറിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മുടെ ഭാഗത്ത് നിന്ന് എന്ത് സപ്പോർട്ടാണ് ചെയ്ത് കൊടുക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഈ ബിസിനസ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാന്ന് അറിയാതെ നിൽക്കുന്നവരാണ് അവരുടെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ റെന്റ് എന്നുള്ള ഒരു കാറ്റഗറി ആയിട്ട് നമ്മൾ അതെടുത്ത് മാനേജ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുള്ള് മാനേജ് ചെയ്യുന്നതും അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളും മൊത്തം നമ്മളായിരിക്കും ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ സ്റ്റാഫ് ആയിരിക്കും അവിടെ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. മുബാറക്, അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണ ഈ ഒരു സ്പോട്ട് നിങ്ങൾ പറയണ്ട, ഇത് ഓൾറെഡി ഇതൊരു വീടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു ഹോം സ്റ്റേ ടൈപ്പിലേക്ക് മാറ്റിയെന്നും അതിന്റെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ പറ്റുമോ? അതിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് നമുക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് വേണം ഈ ഒരു ഫീൽഡിൽ. എന്നാലേ നമുക്ക് ഇവിടുത്തെ സാധ്യതകളും പിന്നെ ഇവിടെ ഇപ്പൊ നമ്മളൊരു സ്റ്റേ ഇട്ട് കഴിഞ്ഞാൽ അത് എത്രത്തോളം വർക്ക്ഔട്ട് ആവുമെന്ന് നമുക്ക് അറിയണം. കാരണം നമുക്ക് ഒരുപാട് എല്ലാ പ്രോപ്പർട്ടീസിലും നമുക്ക് ഒരു സ്റ്റേ ഇട്ട് അവിടെ കസ്റ്റമറെ കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇവിടുത്തെ ആംബിയൻസ്, പിന്നെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമർ എത്താൻ പറ്റുമോ, അതുപോലെ വണ്ടി കയറുന്നതാണോ, അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂം കാര്യങ്ങൾ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാധാ വീടായിരുന്നു. നമ്മളത് ഇതിന്റെ ഓണറിനായിട്ട് സംസാരിച്ച് അവർക്കൊരു ഫിക്സഡ് എമൗണ്ട് മന്ത്ലി നമ്മൾ റെന്റുമായിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ അവരായിട്ട് ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി ഇത് വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോണത്. എന്നിട്ട് നമ്മൾ ഇതിപ്പോ നമ്മൾ എടുക്കുമ്പോൾ സാധാ ഒരു വീടാണ്. അതിനുശേഷം നമ്മൾ തന്നെ അത്യാവശ്യം ഫണ്ടൊക്കെ ഇറക്കിയിട്ട് ഇതൊരു റിസോർട്ട് ആംബിയൻസിലേക്ക് സെറ്റ് ചെയ്യും. അതായത് ഇപ്പൊ ബാത്റൂമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഹാളിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഇന്റീരിയേഴ്സ് കാര്യങ്ങൾ, സോഫ സെറ്റ്, ബെഡ് കാര്യങ്ങൾ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇനിയിപ്പോ AC ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ AC വെക്കും. എന്നിട്ട് പിന്നെ പുറത്ത് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യും. ആ ഒരു ആംബിയൻസ് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ചെയ്യണത്. അതിനുശേഷം നമ്മള് നമുക്കിപ്പോ അത്യാവശ്യം ഹോം സ്റ്റേസ് കാര്യങ്ങൾ നമ്മളിപ്പോ ചെയ്യാനുണ്ട്. ഇനിയിപ്പോ നിങ്ങളുടെ വശത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഏരിയയിൽ ഏതെങ്കിലും പ്രോപ്പർട്ടി ഹോം സ്റ്റേ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അതിങ്ങനെ ലീസിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് ഏറ്റെടുത്തിട്ട് നമ്മൾ തന്നെ നടത്തും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ തന്നെ രീതിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മളൊരു കമ്മീഷൻ ബേസിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പൊ നിങ്ങളുടെ നാട്ടിലും എന്തെങ്കിലും ഒരു ബിസിനസ് സാധ്യത അല്ലെങ്കിൽ ഈ ഒരു ഹോം സ്റ്റേ ഫീൽഡിൽ എന്തെങ്കിലും ഒരു ബിസിനസ് സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം. നമ്മളത് അതിൻ്റെതായ രീതിയിൽ നിങ്ങളെ വന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ റെന്റ് ആണെങ്കിൽ റെന്റ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനായിട്ട് കസ്റ്റമേഴ്സ്, ആ രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇതേപോലുള്ള ഒരു ബിസിനസ് ടോക്സ് കാണാനും അതേപോലെ നിങ്ങളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേജ് ഫോളോ കഴിഞ്ഞാൽ ഇതേപോലെ ഒരുപാട് യുവ സംരംഭങ്ങളെ പരിചയപ്പെടാനുള്ള അവസരവും അവരുടെ എക്സ്പീരിയൻസ് ആയുള്ള അവസരവും ഒരു ബിസിനസ് ടോക്ക് ബൈ റഫീഖ് എംജി എന്നുള്ള ഒരു പേജിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിനായി ഈ ഒരു പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.